പത്തനംതിട്ട പന്തളത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഒരു നാറിയ ഫോട്ടോഷൂട്ട് വീഡിയോ ഒന്ന് പൊളിച്ചു കൊടുക്കാം. ഇന്നിപ്പോൾ കൈരളി റിപ്പോർട്ടറെ യൂത്ത് കോൺഗ്രസ്സുകാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചൊരു വാർത്ത വന്നല്ലോ. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് സതീശൻ്റെ ഒരു മാസ് ഇടപെടൽ ഇപ്പോൾ ദൃശ്യം പ്രചരിക്കുന്നുണ്ട്. ആ വിഷയത്തിൽ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് സതീശൻ, വളരെ വിദഗ്ധമായി പ്ലാൻ ചെയ്തുകൊണ്ട് സതീശൻ ഒരു ഫോട്ടോഷൂട്ട് നാടകം നടത്തി. അതെങ്ങനെയെന്ന് ഇപ്പോൾ നിങ്ങളെ ബോധ്യപ്പെടുത്തരാം. ഇന്ന് പന്തളത്ത് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റത് കാണാനും അവിടെ സന്ദർശിക്കാനുമാണ് സതീശൻ എത്തിയത്. പ്രശ്നമുണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസ്സുകാർ. എന്നിട്ട് പ്രകോപനം സൃഷ്ടിച്ച് ചെറിയ ഞോണ്ടലൊക്കെ വാങ്ങിച്ചതിന് ശേഷം ആശുപത്രിയിൽ കിടക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കണ്ടതിന് ശേഷമാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് കൈരളി റിപ്പോർട്ടർ ചോദിച്ച ചോദ്യമുണ്ട്. ഈ രഞ്ജു തന്നെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ CPM പുറത്തുവിട്ടുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തനം അതൊക്കെ വെറുതെ അസംബന്ധം പറയാണ്. നിങ്ങൾ കൈരളി ചാനലുകാര് വെറുതെ പറയാം. ആദ്യം അവിടെ ജയിക്കുന്നതാണ്. അത് നിങ്ങൾ കൈരളിയിൽ കാണിച്ചാൽ മതി. കൈരളിയിൽ കാണിച്ചാൽ മതി. കണ്ടല്ലോ, കൈരളി കാണിച്ചാൽ മതി. അതായത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണല്ലോ ഈ അക്രമത്തിന് തുടക്കം കുറിച്ചതെന്നുള്ള ചോദ്യം വന്നപ്പോഴാണ് പച്ചക്കള്ളമാണെന്നൊക്കെ പറഞ്ഞ് കൂടെ നിൽക്കുന്നവരെ പ്രകോപിപ്പിച്ചിട്ട് സതീശൻ അങ്ങ് കടന്നു പോവുകയാണ്. അതിനെ തുടർന്നാണ് അവിടെ പ്രശ്നമുണ്ടാകുന്നത്. കൈരളി റിപ്പോർട്ടറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസ് ഉൾപ്പെടെയുള്ളവർ എത്തി തടഞ്ഞതിന് ശേഷം പെട്ടെന്ന് സതീശൻ മാസ് എൻട്രി നടത്തുന്നു. ആ പ്രവർത്തകനോട് തട്ടിക്കയറുന്നുണ്ട്. എല്ലാ മാധ്യമങ്ങളിലും ഈ ദൃശ്യം വീണു. പക്ഷേ ഒന്നാലോചിച്ചേ, ഈ വിഷയം നടക്കുമ്പോൾ സതീശൻ ക്യാമറ അഥവാ മാധ്യമങ്ങളെ കാണുമ്പോൾ ക്യാമറയുടെ ആംഗിൾ എവിടെ നോക്കി? നേരെ മുഖത്തേക്കാണ്. സ്വാഭാവികമായിട്ടും അതിനകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സതീശൻ അദ്ദേഹം ഫേസ് ചെയ്യുന്നത് ക്യാമറയാണ്. അപ്പോൾ ഈ ഇഷ്യൂ നടക്കുമ്പോൾ ക്യാമറകൾ എവിടെ ആയിരിക്കണം? പുറത്താണ്. പക്ഷേ ഇഷ്യൂ ആയതിനു ശേഷം ക്യാമറാമാൻമാരെല്ലാം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെല്ലാം കൈരളി റിപ്പോർട്ടറെ മർദ്ദിക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ മുന്നിൽ കവചമായി നിൽക്കുന്നുണ്ട്. ക്യാമറാമാൻമാർ ആ ചിത്രം പകർത്തുന്നുണ്ട്. പെട്ടെന്ന് സതീശൻ്റെ മാസ് എൻട്രി വരുമ്പോൾ ഒരു ക്യാമറ അകത്തോണാകുന്നുണ്ട്. നോക്കിയേ, അകത്തു നിന്ന് ആ മാസ് ഇടപെടൽ വളരെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ക്യാമറയുടെ പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കിയേ. ആ ക്യാമറ എങ്ങനെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നോക്കിയേ. എങ്ങനെയാണ് ഈ ഉന്തും തള്ളിനിടയിൽ സതീശൻ കടന്നു വരുന്ന സന്ദർഭത്തിൽ തന്നെ ഒരു ക്യാമറ അവിടെ വരുന്നത്. സതീശൻ്റെ സകലമാന പരിപാടികൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാമറ ഓപ്പോസിറ്റ് സൈഡിൽ കാണാം. അതേ നാറിയ നാടകമാണ് ഇതെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? അതേന്നെ, അവിടെ ഇഷ്യൂ ഉണ്ടാക്കിയാൻ നിർദ്ദേശം കൊടുത്തതിന് ശേഷം അദ്ദേഹം ചാടി പോകുന്നുണ്ട്. പോയിരുന്ന് അവിടെ സംഘർഷഭരിതമാകുന്നത് നോക്കിയിരുന്നതിന് ശേഷം ക്യാമറാമാനെ നേരെ അകത്തേക്ക് പറഞ്ഞു വിടുന്നു. അതിന് മുന്നിലേക്ക് ഹീറോ ആയിട്ട് നമ്മുടെ സതീശൻ ചാടി വീഴുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർ മുഴുവൻ പൊട്ടരാണെന്ന് സംഗീശൻ കരുതരുത്. സംഗീശൻ അടവ് പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നവരാണ് ഈ നാട്ടിലുള്ള പലരും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇമാതിരി ഉടായ്പകൾ കോൺഗ്രസ്സുകാർ വിശ്വസിക്കും. അല്ലെങ്കിൽ കൈരളി റിപ്പോർട്ടറെ കയ്യേറ്റം ചെയ്തപ്പോൾ ഞാൻ നിൽക്കുമ്പോഴാണോ തോന്നിവാസം കാട്ടുന്നതെന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ സതീശേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രതികരണമാണെന്ന് തോന്നിക്കും. പക്ഷേ അല്ല. ഇതിന് തിരക്കഥയൊരുക്കിയതും ഇത് സംവിധാനം ചെയ്തതും സതീശൻ തന്നെ. ഏറ്റവും ഒടുവിൽ അതിൻ്റെ ക്ലൈമാക്സിൽ ഇങ്ങനൊരു നാടകം കളിച്ച് അതിനെ അവസാനിപ്പിക്കാനും സതീശൻ തന്നെ ഇടപെട്ടു. സതീശൻ മിടുക്കന, സതീശൻ ബുദ്ധിമാന. പക്ഷേ നാട്ടുകാർ സതീശൻ്റെ അത്ര പൊട്ടനല്ലെന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇത്തരം നാറിയ നാടകങ്ങളല്ല രാഷ്ട്രീയത്തിന് ആവശ്യം. ചോദ്യം ചോദിക്കാനുള്ള അവകാശം മാധ്യമപ്രവർത്തകർക്കുണ്ട്. ഈ നാട്ടിൽ പിണറായി വിജയനോട് ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ ഒരു മാധ്യമപ്രവർത്തകരെയും കയ്യേറ്റം ചെയ്ത സാഹചര്യമില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവിനോട് ചോദ്യം ചോദിച്ചാൽ ഇഷ്ടപ്പെടാത്ത ചോദ്യമാണെങ്കിൽ ആ ചോദ്യം ചോദിക്കുന്ന വ്യക്തികൾക്ക് നേരെ കയ്യേറ്റം ചെയ്യേണ്ട സാഹചര്യം സൃഷ്ടിക്കാനുള്ള പ്രോത്സാഹനം അദ്ദേഹം പ്രതികരണത്തിലൂടെ കൊടുക്കും. നടന്നതിന് ശേഷം അദ്ദേഹം അതിൻ്റെ മുന്നിൽ ഹീറോ കളിക്കും. സതീശൻ ആളൊരു വിരുദ്ധൻ തന്നെ.